അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുത്രന്മാരുടെ പരിചരണത്തിലൂടെ യാക്കൂബ് നബി അലൈഹിസ്സലാമക്ക് സ്വബോധം തിരിച്ചു കിട്ടി. അപ്പോഴും ആ പിതാവ് വിലപിച്ചു കൊണ്ടിരുന്നു. യൂസഫിനെ ചെന്നായ പിടിച്ചതിന് തെളിവായി ആടിന്റെ ചോര പുരട്ടിയ ആ ഉടുപ്പ് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കാണിച്ചു. ഇതു കണ്ട നിമിഷം യാക്കൂബ് നബി പൊട്ടിക്കരയാൻ തുടങ്ങി. ഒടുവിൽ അദ്ദേഹം ചിരിച്ചു തുടങ്ങി. യാക്കൂബ് നബി അലൈഹിസ്സലാം ചിരിക്കുന്നത് കണ്ട പുത്രന്മാർ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിക്കണ്ട് വ്യസനത്തോടെ ചോദിച്ചു, പിതാവേ, അങ്ങ് ഒരേ സമയം ചിരിക്കുകയും കരയുകയും ചെയ്യുന്നു. അങ്ങേക്ക് ബുദ്ധിഭ്രമം പിടിപെട്ടുപോയോ എന്ന് ഞങ്ങൾ ഭയക്കുന്നു. യാക്കൂബ് നബി പറഞ്ഞു, കുപ്പായത്തിൽ ചോര പുരണ്ടത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നു. പിന്നീട് കുപ്പായം കീറിയത് കാണാതായപ്പോൾ ചിരിച്ചുപോയി. യൂസഫിനെ ചെന്നായ പിടിച്ചിട്ടില്ല. ചെന്നായ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുപ്പായം കീറുമായിരുന്നു. പറയൂ, അവന് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അവനെ എന്താണ് ചെയ്തത്? പിതാവിന്റെ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം പുത്രന്മാരിൽ പരിഭ്രാന്തി വരുത്തി. അവർ കരഞ്ഞുകൊണ്ട് നബിയോട് പറയാൻ തുടങ്ങി, പിതാവേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. യൂസഫിനെ താഴ്ത്തിയ കിണറ്റിൽ സഹോദരന്മാർ ചെന്ന് വിളിച്ചു നോക്കി. ആദ്യ ദിവസം വിളി കേട്ടപ്പോൾ കിണറ്റിലേക്ക് കല്ലെടുത്തിടാൻ ശ്രമിച്ചു. അനുചരന്മാരെ ഷമ്മേൽ തടഞ്ഞു. പിന്നെയും പല പ്രാവശ്യം വന്ന് വിളിച്ചു നോക്കി. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. യാക്കൂബ് നബി ആ പുത്രവിയോഗത്തിൽ മനസ്സ് തളർന്നു. കരച്ചിൽ മാത്രമായി ദിവസങ്ങൾ തള്ളി. ഇതേ സമയം യൂസഫ് കിണറ്റിൽ പിതാവും അനിയനും ബെന്യാമിനെയും കാണാത്തതിൽ വിഷമമുണ്ടെങ്കിലും ഓരോ ദിവസവും സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി. ഒരു ദിവസം ജിബ്രീൽ വന്ന് യൂസഫിനോട് പറഞ്ഞു, അള്ളാഹുവിന് അറിയിപ്പുണ്ട്, അധികം താമസിയാതെ അങ്ങ് ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന്. ആയിടക്കാണ് ഒരു കച്ചവട സംഘം കനാനിലൂടെ ഈജിപ്തിലേക്ക് യാത്ര പോയിരുന്നത്. മിസ്റുകാരനായിരുന്നു മാലിക് ബിൻ സുഗൈറും സംഘവും ആയിരുന്നു അത്. അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ കനാനിലെ ആ മലപ്രദേശത്ത് അല്പം വിശ്രമിക്കുന്നതിനായി താവളം ഉറപ്പിച്ചു. കയ്യിൽ സൂക്ഷിച്ചിരുന്ന ജലം എല്ലാം കഴിഞ്ഞിരുന്നു. മാലിക് തന്റെ അനുചരന്മാരെ വിളിച്ച്, അടുത്ത് എവിടെയെങ്കിലും നിന്നെങ്കിൽ വെള്ളം കിട്ടുവാൻ മാർഗമുണ്ടോ എന്നറിഞ്ഞ് വരുവാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ അനുചരന്മാർ വെള്ളം തേടി നടക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് കന്നുകാലികൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. അതിനടുത്ത് പക്ഷികൾ പാറിക്കളിക്കുന്നത് കണ്ടു. അതിനടുത്തേക്ക് അവർ ചെന്നപ്പോൾ കിണറു കണ്ടു. അതിൽ നിന്ന് വെള്ളം ശേഖരിക്കാൻ തൊട്ടി ഇറക്കി. ഇതേ സമയം യൂസഫിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, യൂസുഫെ, താങ്കൾക്ക് ഇവിടെ നിന്ന് വിടേണ്ടതായ ദിവസമിതാ അവസാനമായി എന്ന് അറിയിപ്പ് നൽകി. ആ സമയത്താണ് തൊട്ടി താഴേക്ക് വന്നത്. തൊട്ടിയിൽ കയറ്റി ഇരുത്തിയതാണെന്നും കയറിയിരിക്കാൻ പറഞ്ഞതാണെന്നും കിസ്സകൾ പറയുന്നുണ്ട്. മാലിക്കിന്റെ അനുചരൻ തൊട്ടിയിൽ കനം തൂങ്ങിയപ്പോൾ കയർ മുകളിലേക്ക് വലിച്ചു. തൊട്ടി മുകളിൽ എത്തിയപ്പോൾ അതിൽ ഇരിക്കുന്ന സുന്ദരനായ യുവാവിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിസ്തൂലമായ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടു. മാലിക്കും അനുചരന്മാരും യൂസഫിന്റെ സൗന്ദര്യത്തിൽ സ്വയം മറന്നു നിന്നുപോയി. യൂസഫിനു വേണ്ടി ഭക്ഷണവും മാലിക് നൽകി. പതിവ് പോലെ യൂസഫിനെ കുറിച്ചറിയുവാൻ സഹോദരങ്ങൾ എത്തി. യൂസഫിനെ പേരെടുത്ത് വിളിച്ചുവെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. അവർ ആ പ്രദേശത്ത് അന്വേഷണം ആരംഭിച്ചു. അപ്പോഴാണ് കുറച്ചകലെ ഒരു സംഘത്തെ അവർ കണ്ടത്. അത് മാലിക്കും സംഘവുമായിരുന്നു. അവരങ്ങോട്ട് ചെന്നു. ആ കൂട്ടത്തിൽ അവർ യൂസഫിനെ കണ്ടു. അവർ 10 പേരും അങ്ങോട്ട് ഓടിച്ചെന്നു. സംഘത്തെ വളഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസ്താവിച്ചു, ഇവനെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടി? ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരണം.
മാലിക് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഈ ബാലനെ ആ കിണറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവന്റെ ആരാണ് നിങ്ങൾ? പ്രഭോ, ഇവൻ ഞങ്ങളുടെ പിതാവിന് ഒരു അടിമ സ്ത്രീയിൽ ഉണ്ടായ പുത്രനാണിവൻ. വിൽക്കുവാനായി കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ അരികിൽ നിന്നും കടന്നു കളഞ്ഞതാണ്. റൂബീലിന്റെ ഈ വാക്കുകൾ കേട്ട് യൂസഫ് ഞെട്ടി. കണ്ണുകൾ നിറഞ്ഞു ഒഴുകുവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് യൂസഫിനെ അബ്രാനി ഭാഷയിൽ അവർ ഭീഷണിപ്പെടുത്തി. ഈ ഭാഷ മാലിക്കിന് അറിയില്ലായിരുന്നു. എന്നിട്ടു അവർ മാലിക്കിനോട് ഇവൻ തന്റെ അടിമയാണെന്നും യൂസഫിനെ ഞങ്ങൾക്ക് തന്നെ വിട്ടുതരണമെന്നും ആവശ്യപ്പെട്ടു. അപ്പോൾ മാലിക് അവരോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ ഈ ബാലനെ വിൽക്കാൻ കൊണ്ടുപോകുകയാണെങ്കിൽ ഇവനെ ഞാൻ ഏറ്റെടുത്തോളാം. എന്നാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭീമമായ തുക നൽകാൻ എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ തുച്ഛം കാശിന് അവർ യൂസഫിനെ മാലിക്കിന് വിറ്റു. ആ രേഖയും അവർക്ക് കൈമാറി. കച്ചവട സംഘം യൂസഫിനെ കിണറ്റിൽ നിന്ന് കരക്കു കയറ്റിയതിനെയും അനന്തരം അടിമയായ വാങ്ങിയതിനെയും പറ്റി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള വചനങ്ങൾ താഴെ ചേർക്കുന്നു. ഒരു യാത്രാ സംഘം ആഗതരായി. അവർക്ക് വെള്ളം കൊണ്ടുവരുന്ന ജോലിക്കാരനെ അയച്ചു. അവൻ തന്നെ തൊട്ടിയിറക്കി. അവൻ പറഞ്ഞു, ആ സന്തോഷം, ഇതാ ഒരു ബാലൻ. അവർ ബാലനെ ഒരു കച്ചവടച്ചരക്കായി ഒളിപ്പിച്ചു വെച്ചു. അവർ പ്രവർത്തിച്ചിരുന്നതിനെ പറ്റി അല്ലാഹു നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അവർ അവനെ തുച്ഛമായ വിലക്കു ഏതാനും വെള്ളിക്കാശിനു വിൽക്കുകയും ചെയ്തു. അവർ അവന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവരുടെ കൂട്ടത്തിലായിരുന്നു. ഏതാനും ദിർഹം എന്നതിനു 20 22 എന്ന് 2 അഭിപ്രായങ്ങൾ തഫ്സീർ ജലാലൈനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്കു മുമ്പ് ഒരു സ്വപ്നദർശനമുണ്ടായി. സുന്ദരനായ ഒരു ബാലനെ നിങ്ങൾക്ക് കിട്ടുമെന്നും അവൻ കാരണം നിങ്ങൾ ധനികനാകുമെന്നും. ആ സമയം അവർ മാലിക്കിനോട് പറഞ്ഞു, ഇവനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അരികിൽ നിന്ന് ചാടിപ്പോയതുപോലെ നിങ്ങളുടെ അരികിൽ നിന്നും ചാടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ ഇവനെ സൂക്ഷിക്കുക. മാലിക്കിന് യൂസഫിനെ തുച്ഛമായ വിലക്ക് അടിമയാക്കി നൽകി. മാലിക് കുറെ നിർദ്ദേശങ്ങളും നൽകി. റൂബീലും അനിയന്മാരും അവിടെ നിന്ന് മടങ്ങി. മാലിക്കും കച്ചവട സംഘവും യൂസഫിനെ കൊണ്ട് മിസ്രിലേക്ക് യാത്ര തിരിച്ചു. യാത്രവേളയിൽ പല അത്ഭുതങ്ങളും സംഭവിച്ചു. ഈജിപ്തിലെ നൈൽ നദീ തീരത്ത് അവർ ഇറങ്ങി. യൂസഫിനെ അവിടെ വെച്ച് കുളിപ്പിച്ച് നല്ല പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. തലയിൽ കിരീടം പോലുള്ള ഒരു തലപ്പാവും അണിയിപ്പിച്ചു. കുതിരപ്പുറത്തായി മുന്നിൽ നയിച്ചു. ആ വേഷഭൂഷാദിയിൽ യൂസഫ് നബിയുടെ സൗന്ദര്യം ഇരട്ടിച്ചു. മാലിക്കും സംഘവും മിസ്റിൽ എത്തിച്ചേർന്നു. മാലിക് യൂസഫിനെ കൊണ്ടുവന്ന് ഭാര്യയോട് പറഞ്ഞു, ഇവന് മാന്യമായ താമസ സൗകര്യം നൽകുക. ഇവനെ നമുക്ക് പ്രയോജനപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നമുക്കവനെ മകനായി സ്വീകരിക്കാം. കച്ചവട പ്രമാണിയായ മാലിക് അതീവ സൗന്ദര്യവാനായ ഒരു അടിമയെ കൊണ്ട് വന്നെന്ന വാർത്ത മിസ്രിലെ ജനങ്ങൾ അറിഞ്ഞു. ഇദ്ദേഹത്തെ കാണാൻ ആ നാട്ടിലെ ജനങ്ങൾ മാലിക്കിന്റെ വീട്ടിലേക്ക് പ്രവഹിച്ചു. ആളുകളുടെ തിരക്ക് നിയന്ത്രിക്കുവാൻ മാലിക് യൂസഫിനെ കാണാൻ വരുന്നവർക്ക് നിശ്ചിത ഫീസ് ഈടാക്കാൻ തീരുമാനിച്ചു. എന്നിട്ടും ആളുകളുടെ പ്രവാഹത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. ഈജിപ്തിന്റെ അയൽ രാജ്യമാണ് മിറാക്കിഷ്. ആ രാജ്യത്തെ രാജാവാണ് തൈമൂസ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകളായിരുന്നു സുലൈഖ. സൗന്ദര്യത്താൽ അവർ കേൾവി കേട്ടിരുന്ന ആ രാജകുമാരി കുഞ്ഞിലെ ഉമ്മ നഷ്ടപ്പെട്ട ആ രാജകുമാരിയുടെ
ഏതൊരു ആഗ്രഹവും രാജാവായ ആ പിതാവ് നിറവേറ്റിക്കൊടുത്തിരുന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് നിൽക്കുന്നതായി അവൾ സ്വപ്നം കണ്ടു. പിന്നീട് സുലൈഖ ചിത്തഭ്രമം പിടിച്ചതുപോലെ പെരുമാറുവാൻ തുടങ്ങി. ഇതറിഞ്ഞ രാജാവ് മകളെ ചികിത്സിക്കാൻ പല വൈദ്യന്മാരെയും നിയോഗിച്ചെങ്കിലും വിഫലമായിരുന്നു. സുലൈഖയുടെ വളർത്തുമ്മയോട് എല്ലാം വിശദീകരിച്ചു. സുലൈഖ പറഞ്ഞു, മിസ്രിലെ അസീസിനെയാണ് സ്വപ്നത്തിൽ ദർശിക്കുന്നതും അദ്ദേഹത്തെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നും. ഈ വാർത്ത രാജാവിന്റെ അരികിലും എത്തി. ഇതിൽ സത്യമുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി രാജാവ് മിസ്രിലെ അസീസിന് കത്തയച്ചു. അതിലെ കുറിപ്പുകൾ ഇങ്ങനെയായിരുന്നു. മിസ്രിലെ അസീസിന് തൈമൂസ് രാജാവ്, എന്റെ മകൾ സുലൈഖയെ താങ്കൾക്ക് വിവാഹം ചെയ്തു തരുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ അഭിപ്രായം അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കത്ത് വായിച്ചു അസീസ് സന്തുഷ്ടനായി. തനിക്കു അങ്ങനെയൊരു ഭാഗ്യം ലഭിച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. മിസ്രിലെ അസീസ് എന്ന സ്ഥാനപ്പേരാണ്. അന്നത്തെ ഈജിപ്തിലെ രാജാവ് റയാൻ ഇബ്നു വലീദായിരുന്നു. ഈജിപ്തിലെ രാജാവിന്റെ കീഴിലുള്ള പ്രഭുവിനെയാണ് അസീസ് എന്ന് നാമകരണം ചെയ്യുന്നത്. സമ്മതമറിയിച്ചു. വിലമതിക്കാനാവാത്ത പാരിതോഷികങ്ങളുമായി അസീസ് തൈമൂസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ദൂതനെ അയച്ചു.